السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട മുഅല്ലിം ഉസ്താദ് സാദിഖ് സഖാഫി ഉസ്താദ്, നാളെ മുസ്ലിം ജമാഅത്തിലെ കോശാധികാരി അബ്ബാസ് ഉസ്താദ്, നാളെ ജമാഅത്തിലെ ഉപാധ്യക്ഷന്മാർ എല്ലാവരും മറുവറിയിപ്പ, കാര്യദർശി, കാര്യദർശിമാർ, കോശാധികാരി, അതേപോലെ SYS SSF മുസ്ലിം ജമാഅത്തിലെ എല്ലാ അധ്യക്ഷന്മാരും എല്ലാ കാര്യദർശി കോശാധികാരിയും എല്ലാ മെമ്പർമാരും ജമാഅത്തിൽപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ചും GCC കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഉപാധ്യക്ഷന്മാർ, കാര്യദർശി, കാര്യദർശിമാർ, കോശാധികാരി, എല്ലാ GCCയുടെ എല്ലാ മെമ്പർമാർ, അൽഹംദുലില്ലാഹ്, സ്വാഗത പ്രസംഗത്തിൽ കേട്ടതുപോലെ വലിയ നിലക്കുള്ളതായ ഞങ്ങളെ ഈ റായത്തെ ബാലക്കാർ, ഗൾഫ് റായത്തിലുള്ള എല്ലാ പ്രവാസികൾ കൂടിയിട്ടുള്ളവർ ഇഫ്താർ കൂട്ടായിട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അല്ലാഹു പൊരുത്തപ്പെട്ടവർ, സ്വാലിഹായ അമലുകൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ എല്ലാ തിങ്കളിലും നടക്കടെ GCCയുടെ കണക്കിലുള്ള ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, GCC ഗൾഫിലുള്ള പ്രവാസികളും ഈ റായത്തുള്ള ഞങ്ങൾക്കും കൂടിയിട്ടുള്ള ഒരു ചെറിയ നിലക്കുള്ളതായ ഒരു നസീഹത്ത്. ഗൾഫിലുള്ള മുഅ്മിനീങ്ങൾക്ക് ഇന്നലെ ജാവായിട്ട് ഇന്ന് ലൈലത്തുൽ ഖദർ, അങ്ങക്ക് ലൈലത്തുൽ ഖദർ ഇന്നലെ ജാവ് കഴിഞ്ഞു പോയിട്ട്, ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ജാവായിട്ടേക്കും ലൈലത്തുൽ ഖദർ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളേ. അല്ലാഹു ഞങ്ങൾ എല്ലാവർക്കും ലൈലത്തുൽ ഖദറിന്റെ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായിട്ട് പ്രവാസികളായ മുഅ്മിനീങ്ങൾ ഒട്ടുകും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ചൊല്ലകൊള്ളേ. ഞങ്ങളെ വാൾ പോസ്റ്റിൽ ഞങ്ങൾ കണ്ടതുപോലെ ഈ കുറെ വിഷയം അസ്സലാത്തു അലൈക യാ ഷഹ്റ റമളാൻ, ഞങ്ങൾ ഓരോരോ വിഷയം വെച്ചിട്ടായിട്ട് GCCയിൽ ഞങ്ങൾ ക്ലാസ് എടുത്തോണ്ടുള്ളേ. ഇത് കാണുമ്പോഴത്തേക്കോ ഞങ്ങൾക്ക് മനസ്സിലാവും യന്ത്രഭാവ പുതിയൊരു വിഷയമാണ് അസ്സലാത്തു അലൈക യാ ഷഹ്റ റമളാൻ. ഇൻഷാ അല്ലാഹ് നാളെ ലോകത്തുള്ള എല്ലാ പള്ളികളിലും പരിശുദ്ധമായ റമളാൻ തിങ്ങൾക്ക് സലാം ചൊല്ലേണ്ട ഒരു സമയമായിട്ട് നാളത്തെ ലോകത്തുള്ള എല്ലാ പള്ളിയിലും, ഇന്ത്യത്തെ മാത്രമല്ല ഗൾഫിൽ മാത്രമല്ല എല്ലാ ലോകത്തുള്ള പള്ളികളിലും നാളെ ഈ തിങ്ങൾക്ക് പരിശുദ്ധമായ റമളാൻ തിങ്ങൾക്ക് സലാം ചൊല്ലുകൊണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബേജാറ് ഒരു വിഷയമായിട്ട് ഒരു മുഅ്മിനായ മനുഷ്യക്ക് റമളാൻ തിങ്ങൾ തീർച്ചയായിട്ടും ഭാര്യ ഒരു മുസീബത്തായിട്ട് ബേജാറ് ഒരു വിഷയമായിട്ട്. കാരണം ഒരു സുന്നത്തുക്ക് ഫർളുടെ കൂലിയും ഒരു ഫർളുക്ക് 700-7000 ഇങ്ങനെ
ഇരട്ടി കൂലി കിട്ടിയ ഒരു തിങ്കളായിട്ട് ഇന്ന് പരിശുദ്ധമായ റമളാൻ ഇത് കഴിഞ്ഞു പോണ്ടേ ചൊന്നെങ്കിൽ വാരി ഒരു ബേജാറ ഒരു വിഷയായിട്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പാട്ട് ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമളാന ലതമന്നത് ഉമ്മത്തി അൻ യകൂന റമളാന സന കുല്ലഹാ. രണ്ട് ഉമ്മത്തിമാര് റമളാന്റെ മഹത്വം അങ്ങ് ഗൊന്തിന്നിട്ടുണ്ടായെങ്കിൽ വർഷം മുഴുവനും ഫുൾ എല്ലാ തിങ്കളും റമളാൻ அவங்க കൊതിക്കാത്താർ അങ്ങ് ആശപിക്കാത്താറുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പാട്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അത്രയും മഹത്വമുള്ള ഒരു തിങ്കളായിട്ട് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയോട്ടില്ലേ. ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാവരും കണക്ക് കൂട്ടനായി ഒരു സമയമായിട്ടിക്കട് വിലയിരുത്തനായ ഒരു സമയമായിട്ടിക്കട് ഇപ്പോൾ പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുഅ്മിനീങ്ങളെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ചിന്തിക്കണായ ഒരു സമയമായിട്ടിക്കട് ഈ പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കു നാണ് എത്ര ജമാഅത്ത് നിസ്കരിച്ചിടേ, ഈ ഒരു തിങ്കളില് എത്ര ജമാഅത്ത് നണ്ടൽ നഷ്ടമായിട്, നാണ് എത്ര ഖുർആൻ ഓതിരെ, എത്ര തറാവീഹ് നാൻ നിസ്കരിച്ചിടെ, എത്ര സുന്നത്ത് നാൻ നിസ്കരിച്ചിടെ, ഇങ്ങനെ എത്ര നാൻ സദഖ കൊടുത്തിരെ, ഇങ്ങനെയെല്ലാം ഒരു ചിന്തിക്കണായ ഒരു സമയമായിട്ട് ഇത്. ഒന്ന് രണ്ട് നാല് ഞങ്ങൾ റമളാൻ വിട പറഞ്ഞു പോകുമ്പോഴത്തേക്കു പോകുന്നുണ്ട് മുഅ്മിനീങ്ങളെ, ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ നെഞ്ചിൽ കൈവച്ച് ഞങ്ങൾ കേൾക്കണോ ഞാൻ എന്ത് ചെയ്തു. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു പോയിട്ട് റഹ്മത്തിന്റെ 10 കഴിഞ്ഞു പോകുമ്പോഴത്തേക്കു അള്ളാഹു ഞങ്ങൾക്ക് ധാരാളമായിട്ട് റഹ്മത്ത് ഞങ്ങൾക്ക് ചൊരിയണായ ഒരു തിങ്കളായിട്ട് ഞങ്ങൾക്ക് അള്ളാഹു എത്ര റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുടെ കാര്യം ഞങ്ങൾക്ക് കിട്ടിട്ടിക്കുക ചെന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണായ ഒരു സമയമായിട്ട് അതേപോലെ മഗ്ഫിറത്തിന്റെ 10 കഴിഞ്ഞു പോയിട്ട് അള്ളാഹു അവന്റെ അടിമകളായ മുഅ്മിനീങ്ങൾക്ക് വിട്ടുപൊറുക്കുന്നതായ 10 മഗ്ഫിറത്തിന്റെ 10 കഴിഞ്ഞു പോയിട്ട് നക്ക് നന്റെ റബ്ബ് നന്റെ ദോഷം മാഫാക്കിട്ടിക്കുവാനായിട്ട് ചിന്തിക്കണായ ഒരു സമയം കൂടിയായിട്ടിക്കട്. ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇത്തുക്കടെ 10 ആയിട്ടിക്കട്. റബ്ബ് സുബ്ഹാനഹു വ തആല നരക അവകാശികളായ മുഅ്മിനീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് മോചനം നൽകുന്ന തിങ്കളും കൂടിയായിട്ടിക്കട്. ഈ ഒരു ലിസ്റ്റിൽ നാണ് ഉല്ലേ ഇല്ലേ എന്ന് ചിന്തിക്കണായ ഒരു സമയം. മൊത്തത്തിൽ നമ്മുടെ മുഅ്മിനീങ്ങളെ ഇതെല്ലാം ചിന്തിക്കുമ്പോഴത്തേക്കു ഒരു പക്ഷേ ഞങ്ങൾ എല്ലാവരും ഈ വിഷയത്തിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ട് ഞങ്ങൾ വിജയികളായിട്ടിരിക്കുക സാധ്യത ഉണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമളാൻ വരലോടുകൂടി ജമാഅത്തുക്ക് വരാത്ത ആൾമാരും ജമാഅത്തുക്ക് വന്നാർ. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാത്ത സുബഹി നിസ്കരിക്കാത്ത ഇന്ന ആൾമാരും സുബഹി നിസ്കരിക്കുക തുടങ്ങിയാറ്. ഊടെ വിഷയല്ല മൊത്തത്തിലുള്ള മുസ്ലിമീങ്ങളെ വിഷയമായിട്ട് ചൊന്നോണ്ടില്ലേ. ചിലർ ആയത്തിൽ തീരെ നിസ്കരിക്കാത്ത ആൾമാരും പരിശുദ്ധമായ റമളാൻ വരുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാഹ് നിസ്കരിക്കുക തുടങ്ങാറ്. അതേ സമയത്തിൽ തീരെ സദഖ കൊടുക്കാത്ത ആൾമാരും പരിശുദ്ധമായ റമളാൻ വരുമ്പോഴത്തേക്കും ധാരാളമായിട്ട് സദഖ കൊടുത്താറ്. ഖുർആൻ എടുത്ത് ഓതാത്ത ആൾമാർ ഖുർആൻ എടുത്ത് ഓതിയാറ്. റമളാൻ വരലോടുകൂടി എല്ലാം നല്ല നല്ല ധാരാളം ആക്കുക തുടങ്ങിയാറ്. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ ഈ റായത്തിലും അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ബാങ്ക് കേൾക്കുമ്പോഴത്തേക്കു എല്ലാ 5 വക്ത് നിസ്കരിക്കുമ്പോഴേ ആൾമാരുള്ളാറ്. സുബഹി ജമാഅത്തും ഉള്ളാറ്. അതുപോലെ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാ മഹല്ലത്തും പോയിട്ട് തറാവീഹ് നിസ്കരിക്കുന്ന ആൾമാരുള്ളാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അസീസ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്
അസീസ് ചൊല്ലിയ മഹാൻ, വലിയൊരു മഹാനായിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ആ മഹാൻ അയാളെ ആൽമാർക്ക്, അയാളെ അനുയായികൾക്ക്, ശിഷ്യന്മാർക്ക് ഒരു ലെറ്റർ എഴുതര്. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കോ നിങ്ങൾ ആക്കണ ഏറ്റവും വലിയ രണ്ട് സ്വറ നിങ്ങൾ എന്താക്കണോ? ഇസ്തിഗ്ഫാർ ജാസ്തിയാക്കണോ. റമളാൻ തീരുകയും പോണ്ട സന്ദർഭത്തിൽ ഇസ്തിഗ്ഫാർ നിങ്ങൾ ജാസ്തിയാക്കണോ. മാത്രമല്ല വസദഖത്തുൽ ഫിത്ർ, റമളാൻ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കോ നിങ്ങൾ എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണോ. ഇൻഷാ അല്ലാഹ് അതെല്ലാം ഞങ്ങൾ ആക്രതായ ഒരു വിഷയമായിട്ടിക്കട്. രണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ ചൊല്ലുക വന്ന ഉദ്ദേശിച്ചതായ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഞങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാഹ് റമളാൻ വരലോട് കൂടി നല്ല ഒരു സമൂഹം ആയി ഞങ്ങൾ തീർന്ന പാലക്കാർ അൽഹംദുലില്ലാഹ് പള്ളിയുമായി അടുത്താറ്, എല്ലാവരും നിസ്കാരത്തിന് മുട്ട വന്നാറ്, ജമാഅത്തിന് മുട്ട വന്നാറ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ ഖുർആന്റെ ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് നെനപ്പാക്കിയിട്ടില്ല. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഇതാണ് ഞങ്ങൾ ചിന്തിക്കൊണ്ടായ വിഷയ. ഞങ്ങൾ നിസ്കരിച്ചിട്ട് നല്ലൊരു സമൂഹമായ ഞങ്ങൾ നാവോട് ഞങ്ങൾ സൂക്ഷിച്ച, ഞങ്ങൾ കാതിർ ഞങ്ങൾ സൂക്ഷിച്ച, ഞങ്ങൾ നാവ് കൊണ്ട് ഞങ്ങൾ റമളാനിൽ ആരെയും ഗീബത്ത് ചൊന്നില്ല, ഞങ്ങളെ കണ്ണ് കൊണ്ട് ഞങ്ങൾ റമളാനിൽ ഹറാമ നോക്കില്ല, ഞങ്ങളെ കാത് കൊണ്ട് ഞങ്ങൾ റമളാനിൽ ഞങ്ങൾ കാതിര ജാഗ്രതാക്കിയ, ഇതെല്ലാം ജാഗ്രതാക്കിയ ഞങ്ങൾ പരിശുദ്ധമായ റമളാനിൽ ഒരു നല്ല ഉമ്മത്തിയായ നല്ല സമൂഹമായ ഞങ്ങൾ റമളാൻ തീരുമ്പത്തുകോ വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു. നിങ്ങൾ നല്ല ആയൽ പിന്നെ നല്ല സമൂഹായൽ പിന്നെ നിങ്ങൾ മുന്നൽത്തെ അതിലേക്ക് നിങ്ങൾ മടങ്ങുതീറാ, നിങ്ങൾ ബെടക്കാവുതീറാ. എന്തൊരു ആയത്തല്ല നിന്റെ മുഅ്മിനീങ്ങളെ. ഞങ്ങൾ മുന്നൽത്തെ അവസ്ഥക്ക് ഞങ്ങൾ മടങ്ങുതീറാ. ഞങ്ങൾ നല്ല ഒരു സമൂഹം ഇപ്പ ആയിട. ഇതേപോലെ ഞങ്ങൾ മുന്നോട്ട് പോണു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിൽ ഒരു ഉദാഹരണം ചൊല്ലു, നല്ലൊരു ഉദാഹരണം. അൽഹംദുലില്ലാഹ് ഞങ്ങളെ മജ്ലിസിക്ക് ഞങ്ങളെ ജമാഅത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദാക്ക, അതേപോലെ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കൂടി ആയിട്ടിക്കട്, അതേപോലെ ഞങ്ങളെ കാസിമാക്ക ഉണ്ട്, ഞങ്ങളെ ഏരിയ മെമ്പർ ആയിട്ടിക്കട് യൂസുഫാക്ക ഉണ്ട്, അതുപോലെ ചൊമ്മെ ഞങ്ങളെ ആമുജാക്ക എല്ലാ അടക്കമുള്ള അമീദാക്ക ഉണ്ട്. എല്ലാവരും ഞങ്ങളെ ഖാദിരാക്ക, എല്ലാവരും ഈ മജ്ലിസ് എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സുൽ ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം കൊണ്ട് ഞങ്ങളെ ഹൈദരാബാദ് അടക്കമുള്ള ധാരാളം ഞങ്ങൾ ഇബ്രാഹിം കൊണ്ട് എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സുൽ ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ഉദാഹരണം ചൊല്ല്, ഒരു നല്ല ഒരു ഇന്ന ചൊല്ല് ഒരു നസീഹത്ത്. വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസാ. ഞാനിപ്പോ ചൊന്നു വന്നേ റമളാനിൽ ഞങ്ങൾ നല്ല ആൾമാരായിട്ട് പ്രിയമുള്ള പ്രവാസികളെ എല്ലാവരും ചിന്തിക്കണായ വിഷയ. റമളാനിൽ ധാരാളം ഖുർആൻ ഓതിയാറ്, റമളാനിൽ നല്ലോണം നിസ്കരിച്ചാറ്, റമളാൻ കഴിഞ്ഞിട്ടാമത് അതെല്ലാം ബൽച്ചെറിയാണ്ട് റമളാനിൽ ഞങ്ങൾ എങ്ങനെയുള്ള അതേ രൂപത്തിൽ ഞങ്ങൾ പേരുണ്ടായിട്ടിരിക്കുന്ന ചൊന്നു വന്നേ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ഉദാഹരണം ചൊല്ല്. വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസാ. നിങ്ങൾ ഒരു പെണ്ണിനെ പോലെ ആവോ തീരാൻ. എങ്ങനത്തെ പെണ്ണ്? ഒരു നൂലിലു നല്ലൊരു സാമാൻ നെയ്ഞ്ഞിട്ടുണ്ടാക്കിട. ഉദാഹരണമായിട്ട് നൂലിലൊരു ബാഗ് ഉണ്ടാക്കിടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിടെ നൂലിലു. അങ്ങനെയുള്ള ഒരു നല്ലൊരു ബാഗ് ആയിട്ട്, അല്ലെങ്കിൽ വേറെ ഒരു ഗോണി ആയിട്ട്, എന്തെങ്കിലും ഒരു സാധനം ആയിട്ട് അതിൽ പിന്നെ വാപ്പസ് അതിലുള്ള ഗിലിക്കിടി. ഒരു പെണ്ണിന്റെ ഒരു സ്വഭാവം അത്, അതിന് മെല്ലെ ഗിലിക്കിടെ. അപ്പൊ എന്തിനാക്കിട്ട് എന്തൊരു കാര്യമുണ്ട്? അതുപോലെ നിങ്ങൾ ആവോ തീരാ. നിങ്ങൾ നല്ലൊരു മനുഷ്യന്മാരായാൽ പിന്നെ നിങ്ങളെ കണ്ണ് ജാഗ്രതാക്കിയാറ്, നിങ്ങൾ അവയവങ്ങളെ ജാഗ്രതാക്കിയാറ്, നല്ലോണം ഇബാദത്ത് ചെയ്താറ്, നല്ലോണം നിസ്കരിച്ചാറ്, ജമാഅത്തുകളിൽ വന്നാറ്, വന്നിട്ട് വാപ്പാസ് റമളാൻ കഴിഞ്ഞാൽ പിന്നെ മുന്നത്തെ അതേ സ്വഭാവത്തിൽ നിങ്ങൾ പോകുതീറാ. ആ ഒരു പെണ്ണിനെ പോലെ ആവത്തീറാണ്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു. അതുകൊണ്ട് നമ്മുടെ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പേടിക്കുണായ ഒരു വിഷയമായി ഞാൻ ചൊല്ലുന്നുണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ. ഞങ്ങൾ നിസ്കരിച്ച ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത, പക്ഷേ ഞങ്ങൾ ചിന്തിക്കുണായ ഒരു വിഷയം അല്ലാഹു ഞങ്ങളെ അമൽ സ്വീകരിച്ചിരിക്കുവാനായിട്ടിക്കട്. ഞങ്ങളെ കോശാധികാരി SOS പ്രസിഡന്റ് കരീംഭായ് വന്ന അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ആരോഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ.
നമ്മുടെ മുഅ്മിനീങ്ങൾ എല്ലാവരും പേടിക്കണായ ഒരു വിഷയമായിട്ടിരിക്കുന്നത് അല്ലാഹു ഞങ്ങളെ അമലുകൾ സ്വീകരിച്ചിരിക്കുവാനാണ്. ഇതാണ് വിഷയമല്ലേ. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിസ്കരിക്കുക, കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ സദഖ കൊടുക്കുക, നോമ്പ് തുറപ്പാട് എല്ലാ അമലുകളും ഞങ്ങൾ ആക്കിക്കൊണ്ടുള്ള ഞങ്ങളെ സ്വറപുട്ടിപ്പം ഞങ്ങളെ എല്ലാ സമ്പത്തിന് എല്ലാം ഞങ്ങൾ ഇട്ടിട്ട് നോമ്പ് തുറപ്പാട് എല്ലാം നല്ല നല്ല പ്രവർത്തനാക്കുക. പക്ഷേ ഞങ്ങൾ ചിന്തിക്കണായത് അല്ലാഹു സ്വീകരിച്ചിരിക്കുവാനാ. അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ പോയില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം അല്ലാഹു ഞങ്ങളെ അമൽ സ്വീകരിച്ചതിന്റെ ധാരാളം അടയാളങ്ങൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിട്. അല്ലാഹു ഞങ്ങളെ അമൽ സ്വീകരിച്ചിടാച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ടിക്കട് റമളാൻ കഴിഞ്ഞാൽ പിന്നെയും ഞങ്ങൾക്ക് നിസ്കരിക്കുക മനസ്സ് ബന്ധ. ഞങ്ങൾ എല്ലാവരും ജമാഅത്തുക്ക് വന്നോണ്ടുള്ള റമളാൻ കഴിഞ്ഞാൽ പിന്നെ ജമാഅത്തുക്ക് പോയിട്ട് മനസ്സ് ബണ്ട്, അല്ലെങ്കിൽ സ്വലാത്ത് മജ്ലിസിൽ പോയിട്ട് മനസ്സ് ബണ്ട് എന്നെങ്കിൽ മനസ്സിലാക്കറൂ ഞങ്ങൾ ആക്കിയ അമൽ അല്ലാഹു സ്വീകരിച്ചിടാ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ വേണ്ട ജമാഅത്ത് വേണ്ട, സുബ്ഹി നിസ്കാരം വേണ്ട, ഞങ്ങൾ അത്താഴത്ത് എച്ചപ്പ സുന്നത്തിന് സുബ്ഹി നിസ്കരിച്ചോണ്ടിരുന്ന റമളാൻ കഴിഞ്ഞാൽ പിന്നെ സുബ്ഹി നിസ്കാരമില്ല, ഇബാദത്തുള്ളവർ മനസ്സില്ല. ആ നിലക്ക് ഞങ്ങളെ മനസ്സ് അവിടെ ഉണ്ടായെങ്കിൽ മനസ്സിലാക്കണോ അല്ലാഹു ഞങ്ങളെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. പേടിക്കണായ വിഷയമല്ല മുഅ്മിനീങ്ങളെ. ഞങ്ങൾക്ക് റമളാൻ കഴിഞ്ഞാൽ പിന്നെയും നല്ല സ്വറാത്തുകയോ ഖുർആൻ ഓതുക മനസ്സ് പറഞ്ഞു, അതേപോലെ ജമാഅത്തുക്ക് പറഞ്ഞു മനസ്സ് പറഞ്ഞു, സുബ്ഹി നിസ്കരിക്കുക മനസ്സ് പറഞ്ഞു, ഇശാ നിസ്കരിക്കുക മനസ്സ് പറഞ്ഞു, പാവപ്പെട്ടവർക്ക് സദഖ കൊടുക്കുക മനസ്സ് പറഞ്ഞു, ദിക്ർ ചൊല്ലുക മനസ്സ് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ മനസ്സ് ഇബാദത്തിലേക്ക് മനസ്സ് വന്നിട്ടായെങ്കിൽ ഏറ്റവും വലിയ ഒരു അടയാളമായിട്ടിക്കട് അലാമത്തായിട്ടിക്കട് അല്ലാഹു ഞങ്ങളാക്കിയ എല്ലാ അമൽ അല്ലാഹു സ്വീകരിച്ചിടാൻ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ചെന്നിട്ടാണ് ദുആ നടന്നുകൊണ്ടില്ലേ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ ഭാഗത്തെല്ലാം ലൈലത്തുൽ ഖദർ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ലൈലത്തുൽ ഖദർ പ്രബലമായ അഭിപ്രായ പ്രകാരം ഇണ്ടത്തെ ചാവ് ആവുക സാധ്യതയുണ്ട്. കാരണം ഒന്നാമത്തത് 27ാമത്തെ ചാവ്, രണ്ടാമത്തത് വെള്ളിയാഴ്ച ചാവ്. വെള്ളിയാഴ്ച ചാവ് 27 ബന്ധുണ്ടായെങ്കിൽ നിങ്ങൾ ലൈലത്തുൽ ഖദർ കണ്ട് പ്രതീക്ഷിക്കൊരുണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി. ഇണ്ടത്തെ യാരത്തെ അംശമുണ്ട് ഇണ്ട് ലൈലത്തുൽ ഖദർ ആവുക സാധ്യത ഉണ്ട് മുഅ്മിനീങ്ങളെ. പരിശുദ്ധമായ ഖുർആനിൽ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിട്ട് ഖുർആൻ ഒരു സൂറത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ലൈലത്തുൽ ഖദർക്ക് പ്രധാനപ്പെട്ട 7 മഹത്വങ്ങൾ മാത്രം ചൊല്ലുന്നിപ്പാണ്ട്. പ്രധാനപ്പെട്ട 7 സംഭവങ്ങൾ. ഒന്നാമത്തേത് ഖുർആൻ ഇറങ്ങിയത് ഈ ലൈലത്തുൽ ഖദറിനായിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ജാവായിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിരേ. ഖുർആൻ അല്ലാഹു തആല ഞങ്ങൾക്ക് ഇറക്കിരേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഇറക്കി കൊടുത്തത് ലൈലത്തുൽ ഖദർ ജാവായിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നമ്മുടെ മുഅ്മിനീങ്ങളെ അതായിട്ടുണ്ട് ഒന്നാമത്തെ ഈ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം. അല്ലാഹു തആല ഖുർആൻ ഇറക്കിയ ഒരു തിങ്കളായിട്ടുണ്ട്, ഒരു നാളായിട്ടുണ്ട്. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഒരു വർഷത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നാളായിട്ടുണ്ട്. ഈ സംഭവം ആണ് ബറാഅത്ത് ചെന്നിട്ടിന്ന് ലൈലത്തുൽ ബറാഅത്ത് ചാവു. ഈ ബറാഅത്ത് ചാവുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഒരു വർഷത്തേതായ എല്ലാം അല്ലാഹു തആല ഞങ്ങളെ ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു നാളായിട്ടുണ്ട് ബറാഅത്ത്. അതിനെ അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിക്കുന്ന നാളായിട്ടുണ്ട് ഇന്നത്തെ ചാവു. ഞങ്ങളെ ഒരു വർഷത്തെ ഞങ്ങളെ ആയുസ്സും, ഞങ്ങളെ ഒരു വർഷത്തെ റിസ്ക്കും, ഞങ്ങളെ ഒരു വർഷത്തെ സർത്ത വിഷയവും, ഞങ്ങളെ ഒരു വർഷത്തെ ആയുസ്സും എല്ലാം അല്ലാഹു തആല റെഡിയാക്കിയതായ ആ ബറാഅത്തിനെ റെഡിയാക്കിയതായ ഇതിനെ അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിക്കുന്ന ഒരു നാളായിട്ടുണ്ട് ഇന്നത്തെ ലൈലത്തുൽ ഖദർ. അതായിട്ടുണ്ട് ഖദർ ചെന്നെങ്കിൽ വിധി നിർണയം, അതായിട്ട് വിധി നിർണയിക്കുന്ന ഒരു നാളായിട്ടുണ്ട് ഉണ്ട്. അതാ ഇന്നത്തെ ജാവു അല്ലാഹു തആല ഇന്നല്ലാഹ യുഖദ്ദിറുൽ മഖാദിറ ഫീ ലൈലത്തുൽ ബറാ വഇദാ കാന ലൈലത്തുൽ ഖദ്ർ യുസല്ലിമുഹാ ഇലാ അർബാബിഹാ.
തഫ്സീർ റാസിൽ ഉള്ള വിഷയമായിട്ടിക്കടെ മലക്കുങ്ങൾക്ക് ഇന്നത്തെ ഒരു വർഷത്തേതായ ആ ലിസ്റ്റ് അല്ലാഹു തആല മലക്കുങ്ങൾക്ക് ഏൽപ്പിക്കണ ഒരു നാളായിട്ടിക്കടെ. മാത്രമല്ല മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ വിഷയം 1000 തിങ്കളുടെ കാണ്ടി ശ്രേഷ്ഠമുള്ള ഒരു ജാവായിട്ടിക്കടെ ലൈലത്തുൽ ഖദർ. ഇത് മനസ്സിലാക്കണം. ഇന്നത്തെ ഒരു ജാവ് ലൈലത്തുൽ ഖദർ ഇണ്ട് ആയിട്ടുണ്ടായെങ്കിൽ 1000 തിങ്കളുടെ കാണ്ടി മഹത്വമുള്ള ഒരു ജാവ്. ഇന്നത്തെ ജാവ് ഒരാൾ ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടായെങ്കിൽ 1000 റക്അത്ത് 1000 തിങ്കളുടെ കാണ്ടി യാർ നിസ്കരിച്ച കൂലി, അതായത് 83 വർഷ ഇബാദത്തിന്റെ കൂലി. ഒരു പോർ സദക്ക കൊടുത്തിട്ടുണ്ടായെങ്കിൽ ഇന്നത്തെ ജാവു 1000 തിങ്കളുടെ കാണ്ടി 4 സദക്ക കൊടുത്ത കൂലി. അങ്ങനെ എല്ലാത്തിനും അങ്ങനത്തെ ഒരു പ്രതിഫലമുള്ള ഒരു ജാവായിട്ട് ഉണ്ട്. 1000 തിങ്കൾ ഉണ്ടല്ല, 1000 തിങ്കളുടെ കാണ്ടി 6 അതായിട്ട് ചൊല്ലി ഖൈറും മിൻ അൽഫി ശഹർ. 1000 തിങ്കളുടെ കാണ്ടി മഹത്വമുള്ള തിങ്കളായിട്ട് ഇന്നത്തെ ഒരു ജാവു. അല്ലാഹു നമുക്ക് ആ ലൈലത്തുൽ ഖദർ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ മഹത്വം ഇന്നത്തെ ജാവു ധാരാളം മഹത്വങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 7 മഹത്വം നിന്ന് ചുരുക്കി ചെന്നുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നാലാമത്തെ ഇന്നത്തെ മഹത്വം എന്തിനെ കൊണ്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കേക്കടാ, നാണ് ഭൂമി ലോകത്ത് മനുഷ്യന്മാരെ സൃഷ്ടിക്കട്ടാൻ. ആ സമയത്തിൽ മലക്കുകൾ ചൊല്ലാറ്, വേണ്ടറപ്പേ അങ്ങ് ഭൂമിയിൽ കലാട്ടാക്കട മനുഷ്യന്മാരെ നീ സൃഷ്ടിക്കട വേണ്ട. ഞങ്ങ ഉള്ളലിക്ക് ഇബാദത്ത് എടുക്കോ, തസ്ബീഹ് ചൊല്ലുകോ, ദിക്ർ ചൊല്ലുകോ. ഞങ്ങ ഉള്ളല്ലേ നിങ്ങൾ എന്തൊക്കെ മനുഷ്യന്മാരെ സൃഷ്ടിക്കടേണ്ട്. രണ്ട് മുഅ്മിനീങ്ങളെ ഇന്നത്തെ ജാവോ അല്ലാഹുവിനെ ആരാധിക്കട മുഅ്മിനീങ്ങളെ കണ്ടിട്ട് അല്ലാഹു തആല മലക്കുകളെ വിളിച്ചൊല്ലാ, ഓ മലക്കുകളെ നോക്കോറോ നിങ്ങൾ അങ്ങോട്ട് ചെന്നാറല്ലേ ദുനിയാവിൽ അങ്ങ് കലാട്ടാക്കട ആൾമാരുണ്ട്. നോക്കോറോ ഇന്ന് ആരാധിച്ചോണ്ടുള്ളാറ്, ഇന്നത്തെ ജാവോ അങ്ങ് ഇബാദത്ത് എടുത്തോണ്ടുള്ളാറ്, ജാവിടെ നിസ്കരിച്ചോണ്ടുള്ളാറ്, ജാവിടെ ഇബാദത്ത് എടുത്തോണ്ടുള്ളാറ്, ദിക്ർ ചൊന്നോണ്ടുള്ളാറ്, സ്വലാത്ത് ചൊന്നോണ്ടുള്ളാറ്, സദഖ കൊടുത്തോണ്ടുള്ളാറ്. അല്ലാഹു തആല മലക്കുകളെ വിളിച്ചിട്ട് അതാ അല്ലാഹു തആല മനുഷ്യന്മാരെ നല്ല ഒരു മഹത്വം മലക്കുകൾ അല്ലാഹു തആല ചൊല്ലുന്ന ഒരു നാളായിട്ട് ഇവിടെയുണ്ട്. നിങ്ങൾ ചൊന്നി അങ്ങനെ എന്തോ ഗലാട്ടകളെ മാത്രമല്ല, ഇല്ല നോക്കറോ എന്താക്കൊണ്ടുള്ളാറ് നോക്കറോ, അങ്ങനത്തെ ഒരു നാളായിട്ട് ഇവിടെയുണ്ട് രണ്ട് മുഅ്മിനീങ്ങളെ. പിന്നൊന്ന് അവസാനമായിട്ട് മലക്കുകളെ സലാം, സുബൈ പോലെ മലക്കുകളെ സലാം മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സുബഹി വരെ മലക്കുകളെ രക്ഷ അങ്ങനെ സലാം അങ്ങനെ പ്രാർത്ഥന മുഅ്മിനീങ്ങൾക്ക് ഇക്കട്. സുബൈ പോലെ മലക്കുകൾ ഞങ്ങൾക്ക് പേരായിട്ട് തുറന്നുകൊണ്ടിരിക്കാറ്. മാത്രമല്ല നമ്മുടെ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ജാവു വളരെ സന്തോഷിക്കണായ ഒരു വിഷയമായിട്ട് തനസ്സലുൽ മലായികത്തു വറൂഹ്, അല്ലാഹുവിന്റെ മലക്കുകളും വറൂഹു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി പണ്ട നാളായിട്ട്. മാത്രമല്ല ഇമാമിങ്ങൾ ചൊല്ലാറ്, റൂഹ് ചെന്നേക്ക് ഞങ്ങൾ മരിച്ചുപോയ റൂഹെല്ലാം ഹാദിറാവുടാർ ഞങ്ങളൊട്ടിಗೆ. എന്തൊരു സന്തോഷല്ലേ. ഞങ്ങൾ ഖുർആൻ ഓതുമ്പത്തും ഞങ്ങൾ മജ്ലിസിൽ ഞങ്ങൾ ദയിക്കുമ്പത്തും ഞങ്ങളെ റൂഹു ഇന്നത്തെ ജാവു ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മരണപ്പെട്ടു പോയ റൂഹു ഹാദിറാവുടെ ആത്മാവ് ഞങ്ങൾ ഒട്ടിಗೆ കൂടെ ഒരു നാൾ സുബ്ഹാനല്ലാഹ് ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളെ ബാപ്പവും മടങ്ങ, ഞങ്ങളെ മക്ക പിഞ്ഞായിമാർ ഭർത്താക്കന്മാർ അങ്ങനെ എത്ര ആളുമാർ ഞങ്ങൾ മരണപ്പെട്ടു പോയിടാറ്. എന്റെ മുഅ്മിനീങ്ങളെ ഈ ഒരു സന്ദർഭത്തിൽ ആ റൂഹെല്ലാം ഹാദിറാകുമ്പത്തുകോ എന്തൊരു സന്തോഷാവും അങ്ങക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഞങ്ങളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ ചുരുക്കിയോട്ടുള്ള സമയം കുറഞ്ഞോട്ടുണ്ടോ? അത് മാത്രമല്ല ഇന്നത്തെ ജാവലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ ഞങ്ങൾക്ക് റഹ്മത്ത് ജാസ്തിയായിട്ട് അനുഗ്രഹ നാലായിട്ട് ഇക്കട്. മൊത്തത്തിൽ ഞാൻ ചൊന്നു പറഞ്ഞേ ഇന്നത്തെ ജാവു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ഓഫർ വെച്ച ഒരു നാളായിട്ട് ഇക്കട്. ധാരാളം കൂലികൾ. അവസാനമായിട്ട് ഒരു ഹദീസ് എന്റെ മുഅ്മിനീങ്ങളെ ചിന്തിക്കുകയായിട്ട് ചെന്നോണ്ടില്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ട് ബഹുമാനപ്പെട്ട മലക്കുകൾ എല്ലാവരും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കേൾക്കാറ്. ഇന്നത്തെ ജാവോ ഓ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ഇന്നത്തെ ജാവോ എന്തിനാക്കിടാ അല്ലാഹു തആല മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു മലക്കുകളിലേക്ക്, ഓ മലക്കുകളെ അല്ലാഹുവിന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളായ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു എല്ലാം ദോഷങ്ങൾ അല്ലാഹു തആല മാഫാക്കിടാ. പക്ഷേ രണ്ട് മുഅ്മിനീങ്ങളെ 4 വിഭാഗത്തിൽ
അല്ലാഹു തആല ഇണ്ടത്തെ ജാവ് മാഫാക്കില്ല. ലൈലത്തുൽ ഖദ്ർ ജാവാണെങ്കിലും പരിശുദ്ധമായ റമദാനാണെങ്കിലും ഇണ്ടത്തെ ജാവ് അല്ലാഹു തആല 4 വിഭാഗത്തിക്ക് അല്ലാഹു തആല മാഫ് കൊടുക്കില്ല. ചിന്തിക്കണായ പേടിക്കണായ ഒരു വിഷയമായിട്ടിക്കട് രണ്ട് മുഅ്മിനീങ്ങളെ കള്ളുകുടി നിത്യമാക്കിയ മനുഷ്യൻ കള്ളുകുടി എനിക്ക് അല്ലാഹു തആല മാഫ് കൊടുക്കില്ല. രണ്ട് മുഅ്മിനീങ്ങളെ യുവാക്കൾ ഗാഞ്ചത്തെ കഞ്ചാവിടെ ലഹരി പദാർത്ഥത്തെ പരിഗണിച്ച് കുടുങ്ങിയതായ സമൂഹമായിട്ട് ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല ഞങ്ങളെ പാലക്കാർ അല്ലാഹു തആല കാക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള സമൂഹത്തിന് ഇണ്ടത്തെ ജാവ് അല്ലാഹു തആല മാഫ് കൊടുക്കില്ല. രണ്ടാമത്തെ മാതാപിതാക്കളെ ബാപ്പ ഉമ്മകൾ ബേജാറാക്കി പാട്ടിങ്ങ ബാപ്പ ഉമ്മകൾ ബാപ്പ ഉമ്മക്ക് ആൽമാർഗ് അല്ലാഹു ഇണ്ടത്തെ ജാവോ അല്ലാഹു തആല മാഫ് കൊടുക്കില്ല. വിശദീകരിക്കുക സമയമില്ല. എൻ്റെ മുഅ്മിനീങ്ങളെ വിശദീകരിക്കുക സമയമില്ല. ബാപ്പ ഉമ്മയുടെ ബേജാറാപ്പാട്ടെങ്കിൽ അല്ലാഹു തആല മാഫ് കൊടുക്കില്ല. വഖാതിഉർ റഹീം കുടുംബ സംബന്ധം ഒരിക്കലെങ്കിൽ അല്ലാഹു തആല അല്ലാഹു തആല ദോഷം വിട്ട് അല്ലാഹു തആല മാഫ് കൊടുക്കില്ല. മാത്രമല്ല വമുശാഹിദ് ആവശ്യമില്ലാത്ത ദീനിന്റെ വിഷയത്തിൽ അല്ല ദീനിന്റെ വിഷയത്തിൽ ആയെങ്കിലും 3-4 അർസാക്ക 3-4 കാണ്ട് യാര അർസ ബൈക്കനെങ്കിൽ അല്ലാഹു തആല മാഫ് കൊടുക്കില്ല. ഈ 4 വിഭാഗത്തിൽ അല്ലാഹു തആല ഇണ്ടത്തെ ജാവ് വിട്ടുകൊടുക്കില്ലാണ്ടായെങ്കിൽ എത്ര വലിയ ദോഷമായിട്ട് കൊണ്ട് മുഅ്മിനീങ്ങളെ ബാപ്പ ഉമ്മയുടെ ബേജാറാക്കപ്പെടേ കുടുംബ സംബന്ധം ഒരിക്കടെ കള്ളുകുടി അതുപോലെ തന്നെ അർസാക്കി തയ്ക്കടെ ഈ 4 വിഭാഗത്തിൽ അല്ലാഹു വിട്ടുകൊടുക്കില്ല. ലൈലത്തുൽ ഖദ്ർ രണ്ടും വിട്ടുകൊടുക്കില്ലാണ്ടായെങ്കിൽ ഞങ്ങൾക്കിടെ വലിയ ഒരു തപ്പായിട്ട് കൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മാത്രം ചൊന്നിട്ട് ഇൻഷാ അല്ലാഹ് ദുആത്ത് കടന്നിട്ടില്ല. ഞങ്ങൾ ഈ മജ്ലിസിൽ വൈസ് പ്രസിഡന്റ് സുമാരാക്കുമ്പോൾ അങ്ങനെ ധാരാളം ആൾക്കാർ ഖാദിരക്കടക്കമുള്ള ഇബ്രാഹിം മുഹമ്മദ് എല്ലാവരും ഈ മജ്ലിസിലുള്ള ഉള്ളവരും ഇൻഷാ അല്ലാഹ് നോമ്പ് തുറന്നിട്ട് നല്ല നിലക്കുള്ള സഹായ ഒരു നോമ്പ് തുറ ഇഫ്താർ ഞങ്ങളെ പാലക്കാർ പ്രവാസികളായ പാലക്കാർ ഞങ്ങളെ എത്ര ഞങ്ങൾക്ക് പ്രശംസിച്ചങ്ങ് മയ്യാവില്ല തൂവാർ ഞങ്ങൾ മയ്യാവില്ല നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ കുടുംബത്തിനായിട്ട് ഞങ്ങളുടെ കഷ്ടത്തെ ഞങ്ങളെ സമ്പത്തിനെ ഒരു അംശം ഞങ്ങളെ പള്ളികൾ അൽഹംദുലില്ലാ ഞങ്ങളെ പള്ളികളുള്ള ഒരു യേശുവിന്റെ ഒരു കാസംഗ തന്നൊരാറ് ധാരാളം ഞങ്ങൾക്ക് പേനായിട്ട് ഞങ്ങളെ പള്ളികളുടേതായ കഷ്ടം വന്നിട്ടുള്ളാർ അതുപോലെ ഞങ്ങളെ ആയത്തുള്ളതായ പാവപ്പെട്ടവനായിട്ടും അൽഹംദുലില്ലാ അല്ലാഹു എല്ലാ പ്രവർത്തനം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഓരോരുത്തരുടെ കച്ചവടങ്ങളിൽ കൃഷികളിലും ബിസിനസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നോമ്പ് തുറന്നിട്ട് ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ ഗേറ്റവിടെ നല്ല നിങ്ങൾക്ക് ഭക്ഷണം പതിക്കിട്ട് ഇൻഷാ അല്ലാഹ് അവിടേക്ക് പോയിട്ട് എല്ലാം ഭക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാസികളുടെ ആ ഇഫ്താർ കൂട്ടം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരെല്ലാം സഹായിച്ചതാണ് ഓടിക്കളിച്ചതാണ് കഷ്ടവന്നതാണ് എല്ലാവർക്കും അല്ലാഹു തക്ക പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ റാജി സയ്യിദായ അല്ലാഹ് നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നമ്മുടെ നോമ്പുകളും മറ്റ് സൽക്കർമ്മങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ പരിശുദ്ധമായ റമളാൻ ഞങ്ങൾ ഗുണമായി സാക്ഷിക്കുന്ന മാസത്തിൽ പെടുത്തണേ റഹ്മാനെ. അർഹമർ റഹീമായ റാജി സയ്യിദായ അല്ലാഹ് നമ്മുടെ എല്ലാ അമലുകളെയും കബൂൽ ചെയ്യണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെ ചെയ്ത എല്ലാ ദോഷങ്ങളെയും വിട്ടുപൊറുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ ഇഫ്താർ അല്ലാഹുവേ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഓരോരുത്തരുടെ പേര് പറയാൻ സമയമില്ല റബ്ബേ. നല്ലോണം ഈ പള്ളിക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുന്നു റഹ്മാനെ. അല്ലാഹുവേ അവർക്കുള്ള പ്രവർത്തനം സ്വീകരിക്കണേ റഹ്മാനെ. അവർക്കുള്ള ജോലികൾ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ റഹ്മാനെ. ഉമ്മാക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ അല്ലാഹ് നീ പൂർണ്ണമായി ശിഫ നൽകണേ റഹ്മാനെ. അവർക്കുള്ള കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നമ്മുടെ അവർക്കുള്ള എല്ലാ മക്കളെയും സ്വാലിഹീങ്ങൾ പെടുത്തണേ റഹ്മാനെ. ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നമ്മുടെ പള്ളിയെ സഹായിക്കണേ റഹ്മാനെ. പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഓരോരുത്തരുടെ വിഷമം തീർത്തരണേ റഹ്മാനെ. അല്ലാഹു നമ്മുടെ ജീവിതം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹജ്ജിന് പുറപ്പെട്ട് നമ്മുടെ ഉസ്താദ്
അബ്ബാസ് ഉസ്താദ് അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകണേ ഉംറക്ക് ഉദ്ദേശിച്ചതായ നമ്മുടെ ഉസ്താദിനെ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഉസ്താദിന്റെ ഉംറ യാത്ര നീ എളുപ്പത്തിലാക്കണേ റഹ്മാനെ. ആഫിയത്തോടുകൂടി എല്ലാ കർമ്മങ്ങൾ നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുപോലെ ഉസ്താദിന്റെ കുടുംബം അടക്കം, ഭാര്യ അടക്കം, മക്കളടക്കം എല്ലാം, മരുമക്കളെല്ലാം ഉംറക്ക് പുറപ്പെട്ട അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉംറ നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നമ്മുടെ കടങ്ങൾ നീ വീട്ടി തരണേ റഹ്മാനെ. ഞങ്ങൾ നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. നീ സലാമത്തിലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ ഉസ്താദന്മാർ മുതഅല്ലിമുകളുണ്ട് റബ്ബേ, ഉഖ്റവി ആലിമുകൾ പെടുത്തണേ റഹ്മാനെ. വയസ്സന്മാരുണ്ട് അല്ലാഹ്, നീ ആഫിയത്തുള്ള ആരോഗ്യം നൽകണേ റഹ്മാനെ. നമ്മുടെ മക്കൾ അല്ലാഹ് നീ സ്വാലിഹീങ്ങൾ പെടുത്തണേ റഹ്മാനെ. മക്കൾക്ക് ഇൽമു ഫഹ്മു ഖുവത്ത് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്തിൽപ്പെട്ട എല്ലാ യുവാക്കൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. നീ നമ്മുടെ യുവാക്കളെ സലാമത്താക്കണേ റഹ്മാനെ. നമ്മുടെ പെൺമക്കളെ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾ മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ഈ നാട്ടിൽ മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.